എല്ലാ കൂട്ടുകാരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള സിലബസ് മാത്തമാറ്റിക്സ് 6ാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗത്തിലെ പ്രവൃത്തി പരിചയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാൻ പോകുന്നത്. പേജ് നമ്പർ 13ലെ പ്രവൃത്തി പരിചയമാണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഇവിടെ കോണുകൾ അഥവാ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ചാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിന്റെ മെത്തേഡ് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. പ്രൊട്രാക്ടറിന്റെ സെന്റർ അളക്കേണ്ട കോണുമായിട്ടും അതേപോലെ തന്നെ പ്രൊട്രാക്ടറിന്റെ ബേസ് ലൈൻ അളക്കേണ്ട കോണളവിന്റെ ബേസ് ലൈനുമായിട്ടും ചേർന്ന് നിൽക്കണം. ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രൊട്രാക്ടറിൽ മുകളിലും താഴെയുമായി 2 മെഷർമെന്റിൽ കാണാം. അതിൽ ഒരു മെഷർമെന്റ് മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. ബേസ് ലൈനിൽ നിന്ന് 0യിൽ തുടങ്ങി മുകളിലേക്ക് പോകുന്ന മെഷർമെന്റ് ആണ് സ്വീകരിക്കേണ്ടത്. മുകളിലത്തെ ലൈൻ വരുന്ന മെഷർമെന്റ് നോക്കാം. ഇവിടെ 60 ആണ്, അതായത് 60 ഡിഗ്രി ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. രണ്ടാമത്തെ ചിത്രത്തിന്റെ ആംഗിൾ എത്രയാണെന്നാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. പ്രൊട്രാക്ടർ ബേസ് ലൈനുമായിട്ട് വളരെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സെന്റർ ആംഗിളുമായിട്ട് ചേർന്ന് നിന്നിട്ടില്ല. അത് കറക്റ്റ് ചെയ്യാം. ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ നിന്ന് വലതുവശത്തേക്കാണ് നമ്മുടെ ബേസ് ലൈൻ കിടക്കുന്നത്. അപ്പോൾ വലതുവശത്ത് നിന്നുള്ള മെഷർമെന്റ് ആണ് സ്വീകരിക്കേണ്ടത്. പ്രൊട്രാക്ടറിന്റെ താഴത്ത് വശത്ത് 0യിൽ നിന്ന് തുടങ്ങുന്ന മെഷർമെന്റ് സ്വീകരിക്കാം. ഇവിടെ മുകളിലത്തെ ലൈൻ കടന്നു പോകുന്നത് 135 ഡിഗ്രിയിൽ കൂടിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആംഗിൾ 135 ഡിഗ്രി ആണ്. അടുത്തത് പേജ് നമ്പർ 14ലെ പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ആംഗിൾ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്കാണ്. പ്രൊട്രാക്ടർ ആംഗിളും അതേപോലെ തന്നെ താഴെയുള്ള ബേസ് ലൈനും ടച്ച് ചെയ്യുന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിൾ പരിശോധിക്കുമ്പോൾ എടുക്കുന്ന മെഷർമെന്റ് പ്രൊട്രാക്ടറിൽ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്. കാരണം സെന്ററിൽ നിന്ന് ഇടതുവശത്തേക്കാണ് ബേസ് ലൈന് പോകുന്നത്. അപ്പോൾ ഇടതുവശത്ത് നിന്ന് 0യിൽ തുടങ്ങുന്ന ആംഗിൾ ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. മുകളിലത്തെ ലൈൻ കടന്നു പോകുന്നത് 60ൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ ലഭിക്കുന്ന ആംഗിൾ 60 ഡിഗ്രി ആണ്. ആംഗിൾ കണ്ടുപിടിക്കാനുള്ള അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ 2 തരത്തിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കാൻ കഴിയും. എവിടെയാണ് പ്രൊട്രാക്ടർ വെക്കുന്നത് അതിനനുസരിച്ചാണ് ആംഗിൾ കൗണ്ട് ചെയ്യേണ്ടത്. 2 രീതിയിലും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി വലതുവശത്ത് കാണുന്ന ലൈൻ ബേസ് ലൈൻ ആയിട്ട് വെച്ചുകൊണ്ടാണ് പ്രൊട്രാക്ടർ വയ്ക്കുന്നത്. ഇവിടെ സ്വീകരിക്കേണ്ട മെഷർമെന്റ് പ്രൊട്രാക്ടറിന്റെ മുകൾ വശത്ത് കാണുന്ന, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് 0യിൽ തുടങ്ങുന്ന മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മുകൾ വശത്തായിട്ട് വരുന്ന ലൈൻസിന്റെ മെഷർമെന്റ് വരുന്നത് 130 ആണ്. അടുത്ത രീതിയിൽ നോക്കാം. ഇതേപോലെ കറക്റ്റ് ആയിട്ട് പ്രൊട്രാക്ടർ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ബേസ് ലൈൻ വരുന്നത് പ്രൊട്രാക്ടറിന്റെ സെന്ററിൽ നിന്ന് ഇടതുവശത്തേക്കാണ്. അപ്പോൾ നമ്മൾ മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇടതുവശത്ത് നിന്ന് 0യിൽ തുടങ്ങുന്നതാണ്. പ്രൊട്രാക്ടറിന്റെ അടിയിലായിട്ട് കാണുന്ന മെഷർമെന്റ് ആണ് ഇപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അത് വരുന്നത് 130 ആണ്. 2 രീതിയിൽ വെച്ച് കഴിഞ്ഞാലും ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്ത പ്രവൃത്തി വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കാനാണ്. 4 സെന്റിമീറ്റർ വരുന്ന ഒരു ബേസ് ലൈൻ വരച്ച് അതിന്റെ ഇടതും വലതും ഭാഗങ്ങളിൽ 50 ഡിഗ്രി കോണളവിൽ ഒരു ത്രികോണം വരയ്ക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഒരു സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ടാണ് ഇത് വരയ്ക്കേണ്ടത്. ഞാൻ പെൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കേണ്ടത് 4 സെന്റിമീറ്റർ ആണ്. സ്കെയിൽ ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ വരയ്ക്കുക. അടുത്തതായി പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 50 ഡിഗ്രിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെഫ്റ്റ് ഭാഗത്താണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പ്രൊട്രാക്ടർ വെച്ചതിന് ശേഷം 50 ഡിഗ്രി അവിടെ അടയാളപ്പെടുത്തുക. പിന്നീട് വലതുവശത്തും ഇതേ രീതിയിൽ ആവർത്തിക്കുക. കാരണം 2 വശങ്ങളിലും 50 ഡിഗ്രിയിലുള്ള ആംഗിളിലുള്ള കോണുകളാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമ്മൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആംഗിളുകൾ നമുക്ക് ബേസ് ലൈനുമായിട്ട് യോജിപ്പിക്കണം. പെൻസിലുകൾ ഉപയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പെൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയുവാൻ സാധിക്കുകയില്ല. വലതുവശത്തുള്ള ആംഗിൾ വരച്ചു കഴിഞ്ഞു. അടുത്തായിട്ട് ഇടതുവശത്തുള്ള ആംഗിളാണ് വരയ്ക്കേണ്ടത്. അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിളിന്റെ പോയിന്റും അതേപോലെ തന്നെ ബേസ് ലൈനിന്റെ എഡ്ജും നമ്മൾ വളരെ കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് കളയണം. ആംഗിളുകൾ എത്രയാണോ എന്നുള്ളത് 50 ഡിഗ്രിയാണ് ഇവിടെ വലതുവശത്തും 2 വശത്തുമായിട്ട് അടയാളപ്പെടുത്തുക. 50 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. പിന്നീട് 4 സെന്റിമീറ്റർ ആണ് ബേസ് ലൈനിന്റെ ലെങ്ത് വരുന്നത്. അടുത്തത് ബേസ് ലൈൻ 5 സെന്റിമീറ്റർ, ഇടതുവശത്ത് 30 ഡിഗ്രി, വലതുവശത്ത് 90 ഡിഗ്രി. ആദ്യമായിട്ട് 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. വലതു ഭാഗത്ത് വരുന്നത് 90 ഡിഗ്രി ആണ്. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രി അടയാളപ്പെടുത്തി നോക്കുക. ഇടതുവശത്ത് വരുന്നത് 30 ഡിഗ്രി ആണ്. അതുകൂടി അടയാളപ്പെടുത്തി വയ്ക്കാം. ആദ്യമായിട്ട് 30 ഡിഗ്രി ആംഗിളിലുള്ള 30 ഡിഗ്രിയിലുള്ള ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്.
വലതുവശത്ത് വരുന്നത് 90 ഡിഗ്രി ആണ്. യഥാർത്ഥത്തിൽ 90 ഡിഗ്രി അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെയാണ്. അവിടുന്ന് തൊട്ട് വരയ്ക്കണമെന്നില്ല. കാരണം വെച്ചാൽ പിന്നീട് അത് ഇറേസ് ചെയ്ത് കളയേണ്ടി വരും. എവിടെയാണോ 30 ഡിഗ്രിയുടെ ആംഗിളിന്റെ ലൈൻ വരുന്നത് ആ ഭാഗത്ത് നിന്ന് വരച്ചു തുടങ്ങിയാൽ മതിയാവും. ആംഗിളുകൾ മാർക്ക് ചെയ്യുക. ഇവിടെ 30 ഡിഗ്രിയാണ്, വലതുവശത്ത് 90 ഡിഗ്രി രേഖപ്പെടുത്തുക. അടുത്തതായി വരുന്നത് 6 സെന്റിമീറ്ററിൽ വരുന്ന ഒരു ബേസ് ലൈനിൽ മുകളിലും താഴെയുമായിട്ട് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 20 ഡിഗ്രി ആംഗിളിലാണ് വരയ്ക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിക്കുക. നമുക്ക് വരച്ചു നോക്കാം. ആദ്യമായിട്ട് 6 സെന്റിമീറ്ററിൽ ഒരു ലൈനാണ് വരയ്ക്കാൻ പോകുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ ആംഗിളും നമ്മൾ വരയ്ക്കുന്നത്. അടുത്തത് ആദ്യത്തെ 20 ഡിഗ്രിയാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. അത് ഇടതുവശത്ത് മുകളിലായിട്ട്. എല്ലാ ഭാഗങ്ങളിലും 20 ഡിഗ്രി ആയതുകൊണ്ട് കൂടുതൽ കൺഫ്യൂഷൻ ഇല്ല. വലതുവശത്തുള്ള 20 ഡിഗ്രി കൂടെ അടയാളപ്പെടുത്താൻ പോവുകയാണ്. ഇനി അടയാളപ്പെടുത്തിയിരിക്കുന്ന ആംഗിളുമായിട്ട് ഒരു ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഒരു ആംഗിൾ പോയിന്റ് മറന്നു പോകരുത്. വലതുവശത്തെ ആംഗിൾ കൂടെ വരയ്ക്കാം. ഈ ഭാഗങ്ങൾ ഇറേസ് ചെയ്ത് മായ്ച്ചു കളയേണ്ടതാണ്. താഴത്ത് വരുന്ന ആംഗിൾ കൂടെ വരയ്ക്കാം. ഇടതുവശത്തായിട്ട് താഴെ 20 ഡിഗ്രി, അതേപോലെ വലതുവശത്തുമുള്ള 20 ഡിഗ്രി ആംഗിൾ അടയാളപ്പെടുത്തുക. ഇവിടെയാണ് 20 ഡിഗ്രി ആംഗിൾ വരുന്നത്. അത് നമുക്ക് വലതുവശത്ത് യോജിപ്പിക്കാം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നില്ല, വലതുവശത്തായിട്ട് ചെറിയൊരു ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. അതുപോലെ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇടതുവശത്ത് കൂടെ വരക്ക് ചേർക്കുകയാണ്. അനാവശ്യമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ഇറേസ് ചെയ്ത് മായ്ച്ചു കളയാം. മുകളിലും താഴെയുമായിട്ട് വരുന്ന എല്ലാ ആംഗിളുകളും മാർക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ 5 സെന്റിമീറ്ററുള്ള ഒരു ലൈനാണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഇടതുവശത്തായിട്ട് 60 ഡിഗ്രിയിൽ ഒരു ആംഗിളും വലതുവശത്ത് 120 ഡിഗ്രിയിൽ ഒരു ആംഗിളുമാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഈ ആംഗിൾ വരയ്ക്കുന്ന ലൈനിന്റെ നീളം 3 സെന്റിമീറ്റർ ആണ്. ഈ ഒരു വ്യത്യാസം മാത്രമാണ് ഈ ചോദ്യത്തിലുള്ളത്. 5 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുക. ഇടതുവശത്ത് വരുന്നത് 60 ഡിഗ്രിയാണ്, അടയാളപ്പെടുത്തുക. വലതുവശത്ത് വരുന്നത് 120 ഡിഗ്രിയാണ്. ഇടതുവശത്ത് നിന്ന് 0യിൽ തുടങ്ങി 120യിലേക്കാണ് പോകേണ്ടത്. ഇടതുവശത്ത് 60 ഡിഗ്രി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 പോയിന്റുകളിലും തമ്മിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ സ്കെയിൽ വെച്ചതിന് ശേഷം 3 സെന്റിമീറ്ററിൽ ലെങ്ത്തിൽ മാത്രം വരച്ചാൽ മതിയാവും. കാരണം നമുക്ക് വരേണ്ടത് 3 സെന്റിമീറ്ററുള്ള ലൈനാണ്. അതേപോലെ തന്നെ വലത് സൈഡിൽ നമുക്ക് വരക്കാം. 2 പോയിന്റുകളും തമ്മിൽ കറക്റ്റായിട്ട് വച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിച്ച് മുഴുവനായിട്ട് വരച്ചതിന് ശേഷം 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി ബാക്കിയുള്ള ഭാഗം മായ്ച്ചു കളയാൻ സാധിക്കും. ആംഗിളുകൾ രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. വലതുവശത്ത് വരുന്നത് 120 ഡിഗ്രിയാണ്, ഇടതുവശത്ത് 60 ഡിഗ്രിയും. അവസാനമായി മുകൾ വശത്ത് ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇടതുവശത്തും വലതുവശത്തും 3 സെന്റിമീറ്റർ ആണ് വരേണ്ടത്. ആ 3 സെന്റിമീറ്ററിൽ കറക്റ്റായിട്ട് വേണം വരയ്ക്കാൻ.